അങ്ങനെ നോക്കുമ്പോൾ വളരെ അപൂർവമായി സംഭവിക്കുന്ന അത്ഭുതം അതാണ് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത്. വിധികർത്താക്കൾ തിരഞ്ഞെടുത്ത വിജയിക്ക് ലഭിച്ചത് ഒരേ ഒരു ഒന്നാം സമ്മാനം. പക്ഷെ കാലം നിന്നിൽ കരുതി വെച്ച സമ്മാനം, ആ സമ്മാനം കാലങ്ങളോളം നിന്നിൽ വന്ന് ചേർന്നുകൊണ്ടേയിരിക്കും. യു ആർ സോ ലക്കി. ഭാഗ്യം നിന്റെ കൂടെ തന്നെയുണ്ട്. അതെ, ഭാഗ്യം എന്റെ കൂടെയുണ്ട്. മത്സരത്തിന് എന്നെ അനുഗ്രഹിച്ച് അച്ഛൻ തന്ന ഉപദേശം മത്സരത്തിന് എനിക്ക് ആത്മവിശ്വാസവും ശക്തിയും നൽകിയത്. മത്സരത്തിന്റെ ഒരു ഘട്ടത്തിൽ ഞാൻ ഒന്നാം സ്ഥാനത്തേക്ക് വരില്ലെന്ന് എനിക്ക് മനസ്സിലായത്. പക്ഷേ അച്ഛൻ തന്ന ഉപദേശം മനസ്സിലുണ്ടായിരുന്നതുകൊണ്ട് മാത്രം ഞാനൊരു മത്സരാർത്ഥിയായതും ഞാൻ ചെയ്യേണ്ട കർത്തവ്യം മുഴുവിപ്പിച്ചതും തോറ്റാലും മത്സരത്തിൽ നിന്ന് പിന്മാറില്ല എന്ന തീരുമാനമെടുത്തതും. ആ തീരുമാനമാണ് എനിക്കുണ്ടായ നേട്ടത്തിന് കാരണമായത്. കാലം എനിക്ക് വേണ്ടി കരുതി വെച്ച സമ്മാനത്തിന്റെ ലക്കിന് കാരണം എന്റെ അച്ഛൻ എനിക്ക് തന്ന ഉപദേശവാക്കുകളാ. നിന്റെ കഴിവ്, നിന്റെ പ്രയത്നം, അതിന് നിനക്ക് ലഭിച്ച അംഗീകാരം, അത്രയേ ഉള്ളൂ. മണ്ണാങ്കട്ട അപ്പനും മോളും പരസ്പരം പുകഴ്ത്തി മിക്കവാറും ഇതവസാനം എന്റെ നെഞ്ചത്ത് പൊങ്കാലാവുന്ന ലക്ഷണമാണല്ലോ. അച്ഛാ, എനിക്ക് അച്ഛനോടൊരു ആഗ്രഹം പറയാനുണ്ട്. ആഗ്രഹോ? ഒരു നേട്ടം കൈവരിച്ചു നിൽക്കുന്ന ആളൊരു ആഗ്രഹം ചോദിക്കുമ്പോ അത് നിറവേറ്റി കൊടുക്കുന്നതല്ലേ അതിന്റെ ശരി? അല്ലേ ശരാ? അതേട്ടാ, പറഞ്ഞോളൂ. അച്ഛാ, അത് ദിവ്യ നമ്മുടെ വീട്ടിലാണല്ലോ ഇപ്പൊ താമസിക്കുന്നത്. അതെ. ഗർഭിണിയായ ദിവ്യയുടെ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് അപ്പൊ നമ്മുടെ കടമയല്ലേ? ദിവ്യക്കിപ്പോ ഇത് 7ാം മാസം. ദിവ്യയുടെ സീമന്തം നടത്തി കൊടുക്കണമെന്നേ എനിക്ക് ആഗ്രഹമുണ്ട്. എന്താ എന്താ നീ പറഞ്ഞത്? ദിവ്യക്കിത് 7ാം മാസമാണ്. ദിവ്യയുടെ സീമന്തം നടത്തണമെന്ന്. എന്താ ചെവി കേട്ടൂടെ? പ്രതാപ, കേട്ടില്ലേ നിന്റെ മോള് പറഞ്ഞത്? രാജുവിന്റെ അമ്മ പഠിപ്പിച്ചു കൊടുത്ത സ്ട്രീറ്റ് ഫുഡ് ഉണ്ടാക്കി 5 സ്റ്റാർ ഹോട്ടലുകാരുടെ കണ്ണിൽ മണ്ണിട്ട് ഇവളെന്തോ വലിയ പ്രതിഭാസമാണെന്ന് അവരെ വിശ്വസിപ്പിച്ച് കുറെ എഗ്രിമെന്റ് സൈൻ ചെയ്ത് കാശ് വാങ്ങി. അത് നീയും വലിയ സംഭവമാക്കാൻ നോക്കുമ്പോ മകളുടെ തനി നിറം പുറത്തു വരുന്നത് കണ്ടോ നീ? എങ്ങനെ ഈ കുടുംബത്തിന്റെ മാനം കളയാന്ന് മാത്രം ചിന്തിക്കുന്നവളാ ഇവള്. ആരോ ഉണ്ടാക്കിയ ഗർഭം എന്റെ മകന്റെ തലയെ കെട്ടിവെച്ച് സ്വത്ത് തട്ടിയെടുക്കാൻ നോക്കുന്നവൾക്കും അച്ഛനാരാണെന്നറിയാത്ത ആ കുഞ്ഞിനും നിന്റെ മകൾക്കേ സീമന്തം നടത്തി കൊടുക്കണോന്ന്. ഇത് നടക്കില്ല ഋതികെ. ഞാൻ അതിന് സമ്മതിക്കൂന്ന് നീ വിചാരിക്കണ്ട. ഞാൻ അമ്മായിയോടല്ല, എന്റെ അച്ഛനോടാ സമ്മതം ചോദിച്ചത്. അച്ഛൻ പറയുന്ന തീരുമാനം എന്തായാലും അത് ഞാൻ അനുസരിക്കും. അത്ര തന്നെ. ഋതികെ, മുതിർന്നവരോട് തർക്കുത്തരം പറയരുതെന്ന് നിന്നോട് പലതവണ പറഞ്ഞിട്ടുള്ളതല്ലേ? ചേച്ചിയോട് ക്ഷമ ചോദിക്കും. അച്ഛൻ ക്ഷമ ചോദിക്കാൻ. അമ്മായി, സോറി. ഇനി മേലാൽ ചേച്ചി എതിർത്ത് സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്യരുത്. ശരി അച്ഛാ. ചേച്ചി,
ദിവ്യ ഇപ്പോ എന്റെ സംരക്ഷണത്തിലാ ഈ വീട്ടിൽ കഴിയുന്നത്. എന്നുവെച്ചാ ഗർഭിണിയായ അവളുടെ എല്ലാ കാര്യങ്ങളിലും എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. എന്റെ അറിവ് ശരിയാണെങ്കിൽ ഗർഭിണിയായ സ്ത്രീയുടെയും കുഞ്ഞിന്റെയും നല്ലതിനു വേണ്ടി നടത്തുന്ന ചടങ്ങാണ് സീമന്തം. കുഞ്ഞു ദീപകിന്റെ ആണോ അല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. യാമിനി, ദിവ്യയുടെ സീമന്തം നടത്താനുള്ള തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതൊക്കെ നടത്തിക്കോ. പ്രതാപ, ദിവ്യയുടെ സീമന്തം നടത്തണമെന്ന് ഞാൻ തീരുമാനം എടുത്ത് കഴിഞ്ഞു ചേച്ചി. അമ്മേ, അമ്മ പറഞ്ഞ കേട്ടല്ലോ. തൃപ്തിയായല്ലോ അമ്മയ്ക്ക്. അമ്മ പറയുന്ന ഒന്നിനും അമ്മാവന് എതിര് പറയില്ലെന്ന് അമ്മ എപ്പോഴും വീമ്പിളക്കാറുള്ളതല്ലേ. ഇപ്പൊ എന്തായി? പ്രതാപ, നീ ഇങ്ങനെ എന്നോട് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എന്റെ വാക്ക് നീ ധിക്കരിച്ചു. എങ്കിൽ നീ കേട്ടോ പ്രതാപ, ഈ അംബിക ജീവിച്ചിരിക്കുമ്പോ ദിവ്യയുടെ സീമന്തം ഈ വീട്ടിൽ വെച്ച് നടക്കില്ല. വർമ്മ അംബികമ്മയുടെ ഇപ്പൊ പറഞ്ഞതാണ് ശരി. അത് വർമ്മ സാർ അംഗീകരിച്ചു കൊടുക്കണം. ദിവ്യയുടെ സീമന്തം ഇവിടെ ഈ വീട്ടിൽ വെച്ച് നടത്തില്ലല്ലോ. അംബിക മാഡത്തിന് അതല്ലേ എതിർപ്പ്? സീമന്തം എന്റെ വീട്ടിൽ വെച്ച് നടത്താൻ എനിക്ക് സമ്മതം സാറേ. അങ്ങനെ ചെയ്താ ഈ കാര്യത്തില് ഇവിടെ ഒരു സംസാരത്തിന്റെ ആവശ്യം പോലും ഇല്ലല്ലോ. ചേച്ചി എന്തു പറയുന്നു? അത് ദിവ്യയുടെ സീമന്തം രാജുവിന്റെ വീട്ടിൽ വെച്ച് നടത്തുന്നതിന് ചേച്ചി എന്ന് പറയുന്ന ചേട്ടാ. എങ്കിൽ അങ്ങനെ നടക്കട്ടെ രാജു. രാജു, ചടങ്ങിന് എന്തൊക്കെ ആവശ്യങ്ങളെന്ന് വെച്ചാ ശേഖരനോട് പറഞ്ഞാൽ മതി കേട്ടോ. വേണ്ട. അല്ല, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. കോമ്പറ്റീഷനിൽ നിന്ന് എനിക്ക് കിട്ടിയ തുകയിൽ നിന്ന് കുറച്ച് ദിവ്യയ്ക്ക് വേണ്ടി ഞാൻ നീക്കി വെച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ തന്നെ. ശരി, അങ്ങനെ ആവട്ടെ. ദീപകേ, നീ വാ. ചേച്ചിക്ക് വിഷമായി കാണൂ. ഏയ്, ചേട്ടനത് കാര്യമാക്കണ്ട. ആരോരുമില്ലാത്തൊരു പാവം പെൺകുട്ടിക്ക് വേണ്ടി നടത്തുന്ന ചടങ്ങല്ലേ, അത് മുടക്കമില്ലാതെ നടക്കട്ടെ. നീ ആ ഫയൽ കറക്റ്റ് ചെയ്ത് ഓഫീസിലെത്തിക്ക. ചെറിയമേ, സന്തോഷായില്ലേ? അവളുടെ ഒരു സീമന്തം എല്ലാം നീ വരുത്തി വെച്ച വിനയ അനുഭവിച്ചോ. ഞാൻ എന്ത് ചെയ്യാൻ അമ്മേ? കുഞ്ഞുണ്ടാവുന്നത് വരെ അവളുടെ നേരെ ആരെങ്കിലും ഒരു ചെറുവിരൽ അനക്കിയാൽ അത് എന്റെ തലയിലാവും. ആ നാശം പിടിച്ചവൾക്കൊന്നും സംഭവിക്കാതിരിക്കേണ്ടത് ഇപ്പൊ എന്റെ കടമയും കൂടിയല്ലേ? അതേടാ, അതാ ഞാൻ പറഞ്ഞത് നിന്നോട് അനുഭവിച്ചോളാൻ. ക്ലബിലെ പെണ്ണുങ്ങളുടെ അർത്ഥം വെച്ചുള്ള നോട്ടവും മുന വെച്ചുള്ള സംസാരവും കാരണം ഇപ്പൊ തന്നെ ഒരു തൊലി ഉരിഞ്ഞിരിക്കുവാ. ഇനി അവളുടെ സീമന്തം കൂടി രാജു നടത്തിയെന്ന് അവരറിഞ്ഞ പിന്നെ എനിക്ക് മുഖം മറച്ചേ പുറത്തിറങ്ങാൻ പറ്റൂ. അവളുടെ സംരക്ഷണം ഏറ്റെടുത്തത് പോരാഞ്ഞിട്ട് ഓരോരോ ചടങ്ങുകളും നടത്തി എന്നെ അമ്മയെ മനഃപൂർവ്വം കരിവാരി തേക്കാൻ ഋതിക നടത്തുന്ന കളികളാ ഇതൊക്കെ. ആണോ? കണക്കായി പോയി. എല്ലാ പ്രതിസന്ധികളും മറികടന്ന്
സ്വത്തുക്കളെല്ലാം നിന്റെ പേരിലാക്കി രാജകീയമായി ജീവിക്കാനായിട്ട് ഞാനിവിടെ പെടാപ്പാട് പെടുന്നതിന്റെ ഇടയില് അവൻ വേലക്കാരിയോട് ശൃംഗരിക്കാൻ പോയിരിക്കുന്നു. എടാ, തെറ്റ് നിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതിന് മുൻപ് നീ ഒരു തവണയെങ്കിലും ആലോചിക്കണമായിരുന്നു. അമ്മേ പറ്റിപ്പോയി, എനിക്ക് തെറ്റുപറ്റിപ്പോയി. ഇനി ഞാൻ എന്താ വേണ്ടേ? നാളെ അവളുടെ സീമന്തമല്ലേ, നീ പോയി കുറച്ച് മഞ്ഞൾ അരച്ച് അവളുടെ മുഖത്ത് തേക്ക്. അമ്മേ, ഒന്ന് പോടാ എന്റെ കൺമുമ്പീന്ന്. ഇപ്പൊ മനസ്സിലായില്ലേ? ആരൊക്കെ തടസ്സം നിന്നാലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കേണ്ട ശുഭകാര്യങ്ങൾ അത് നടന്നിരിക്കും. നന്ദിയുണ്ട് മാഡം, എന്നെ ഈ വലിയ വീട്ടിലേക്ക് കൊണ്ടുവന്നതിനും എന്നെ സുരക്ഷിതയായിട്ട് സംരക്ഷിക്കുന്നതിലും. ഇപ്പോഴിതാ എന്റെ സീമന്തവും. സീമന്തം നടക്കാൻ പോകുന്നതിന്റെ പിന്നിലും ഋതിക മാഡമാണെന്ന് എനിക്കറിയാം. എന്തിനാ മാഡം ഒരു വേലക്കാരി പെണ്ണിനോട് ഇത്രയും കരുണ കാണിക്കുന്നത്? ഞാനീ കാണിക്കുന്നത് കരുണയൊന്നുമല്ലെന്ന് ദിവ്യക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മളെ കൊണ്ട് മറ്റൊരാളുടെ പ്രശ്നങ്ങൾ തീർക്കാന്നൊരു ആത്മവിശ്വാസം നമുക്കുണ്ടാവണം. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നത്തിന് ധൈര്യം സംഭരിച്ച് ഞാൻ എടുത്തൊരു തീരുമാനമാണ് ഇപ്പോ എന്റെ ജീവിതത്തെ സന്തോഷമായിട്ട് മുന്നോട്ട് നടത്തുന്നത്. എന്റെ ജീവിതത്തിൽ ഇപ്പോ കൊച്ചു കൊച്ചു പ്രശ്നങ്ങളും ഉണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് ഓർത്തിരിക്കാനുള്ള മനസ്സൊന്നും എനിക്കില്ല. നമുക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ കഴിവതും നമ്മൾ തന്നെ പരിഹരിക്കണം. തനിച്ച് സാധിക്കുന്നില്ല എന്ന് തോന്നിയാൽ മാത്രമേ ഒരു പരസഹായം തേടാവൂ. ദിവ്യക്കിപ്പോ സഹായം ആവശ്യമാണെന്ന് എനിക്കറിയാം. ശരിക്കും പറക്കുപറ്റാത്ത ഒരു കുഞ്ഞിക്കിളിയെ പോലെയായിപ്പോ ദിവ്യ. കുഞ്ഞിന്റെ അച്ഛൻ ദീപക്കാണെന്ന് തെളിഞ്ഞാലും അവന്റെ കൂടെ തന്നെ ജീവിക്കണമെന്നും പറഞ്ഞ് ദിവ്യ ഇവിടെ ആരും നിർബന്ധിക്കില്ല. ദിവ്യയുടെ ജീവിതം ദിവ്യയുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ അവനെ അങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല ഋതിക മാഡം. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണമെന്നല്ലേ? പഠിച്ച പണി 18 നോക്കും. അപ്പോ നമ്മുടെ സൈഡിൽ നിന്ന് നമ്മളും കരുതിയിരിക്കണമല്ലോ. അതെ, ഓടുന്ന നായ്ക്ക് ഒരു മുഴം മുമ്പേ എറിയണമെന്നല്ലേ? അങ്ങനെ തന്നെ ചെയ്യാം. ദിവ്യയുടെ കാര്യത്തില് നിങ്ങളെടുത്ത തീരുമാനമൊക്കെ നല്ലത് തന്നെയാ. എന്നാലും എന്താ അങ്ങളെ, എന്തേലും പ്രശ്നമുണ്ടോ? ഇവിടെ വെച്ച് ദിവ്യക്ക് സീമന്തം നടത്താൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഋതികമ്മയുടെ എന്തായി പറയണേ? ഒരു പരസഹായത്തിന് ആരോരുമില്ലാത്ത പെൺകുട്ടിയാ ദിവ്യ. അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ചടങ്ങ് നമ്മുടെ വീട്ടിൽ വെച്ച് നടത്തി കൊടുക്കാൻ സാധിക്കുന്നത് എത്ര വലിയ പുണ്യമാണ്. അതെ, പക്ഷേ അംബിക മാഡത്തിനും ദീപക് സാറിനൊന്നും നമ്മൾ ഈ ചെയ്യാൻ പോകുന്നത് ഇഷ്ടാവില്ല. മാത്രല്ല അവർക്ക് നമ്മളോടുള്ള ശത്രുത കൂടുകയും ചെയ്യും. അതൊക്കെ നമുക്കൊരു പ്രശ്നമാണോടി? അതല്ല, ഈ പറയുന്ന മനസാക്ഷിയില്ലാത്ത അമ്മയ്ക്കും വകതിരിവില്ലാത്ത മകനും നമ്മൾ നല്ലത് ചെയ്താൽ പോലും അവര് നമ്മളെ ശത്രുവായി തന്നെ കാണൂ. അതിലൊന്നും ഒരു കാര്യവുമില്ല. പിന്നെ എന്താ പ്രശ്നം? അതൊക്കെ മുന്നും പിന്നും നോക്കാതെ നടത്തേണ്ട ഒരു ചടങ്ങാണോ?
സീമന്തം, ജനിക്കാൻ പോകുന്ന ഒരു കുഞ്ഞിന്റെ നല്ല സമയത്തിനും ഉന്നമനത്തിനും ആ കുഞ്ഞിനെ നമ്മുടെ ലോകത്തേക്ക് വരവേൽക്കാനായി കുഞ്ഞിന്റെ അച്ഛനും അമ്മയും ബന്ധുമിത്രാദികളും ചേർന്ന് നടത്തേണ്ട ഒരു ആചാരമാണ് സീമന്തം. പ്രിയയ്ക്ക് നമ്മളെങ്ങനെയാ സീമന്തം നടത്തിയതെന്ന് നീ ഓർക്കണ്ടാ? ഓർക്കുന്നുണ്ട് സാർ. ആദ്യം നമുക്ക് ജ്യോത്സ്യരോട് ചോദിച്ച് നല്ലൊരു ദിവസം കുറിക്കണം. അതിന് കുഞ്ഞിന്റെ അച്ഛനമ്മമാരുടെ പേരും നാളും ജ്യോത്സ്യരോട് പറഞ്ഞു വേണം തീയതി കുറിക്കാൻ. ദിവ്യയുടെ നാള് ഞാൻ വിളിച്ച് ചോദിക്കാം വേണമെങ്കിലേ. കുഞ്ഞിന്റെ അച്ഛൻ ദീപകിന്റെ നാള് ചെറിയച്ചനോട് ചോദിച്ചാ പറഞ്ഞു തരും. ഓക്കെ. താങ്കളെ ഇതാ രണ്ടാളുടെയും ഡേറ്റ് ഓഫ് ബർത്ത്. ജോത്സരെ ഞാൻ വിളിച്ചരാ സാർ. ഹലോ ജോത്സരെ, ഞാൻ രാജുവാ. ഒരു അത്യാവശ്യ കാര്യമുണ്ടായിരുന്നു. ഞാൻ അച്ഛൻ്റെ കയ്യിൽ കൊടുക്കാം. അച്ഛാ. ഹലോ, ശരി ജോത്സ്യരെ, വളരെ ഉപകാരം. മറ്റന്നാൾ നല്ലൊരു മുഹൂർത്തമുണ്ട്. ഇനിയൊന്നും നോക്കാനുമില്ല, ആലോചിക്കാനുമില്ല. നമ്മൾ ദിവ്യയുടെ സീമന്തം ഇവിടെ നമ്മുടെ വീട്ടിൽ വെച്ച് നടത്തുന്നു. എന്താടി? സന്തോഷം. നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമുക്ക് ഈ ചടങ്ങ് നന്നായി നടത്താൻ ചേട്ടാ. സന്തോഷമല്ലേ ഹൃദയ മാഡം? സന്തോഷങ്ങളെ. എവിടെ നോക്കിയാ വണ്ടി ഓടിക്കുന്നേ? ഇതേ ഈ വീട്ടിലെ കാറുകൾ പാർക്ക് ചെയ്യാനുള്ള കാർ പോർച്ച. നിന്റെ ആ തുക്കട ബൈക്ക് എടുത്ത് ഏതെങ്കിലും മൂലയ്ക്ക് മാറ്റി വെക്കണ. വേണ്ട. ദിവ്യയുടെ സീമന്തവും നടത്തി അവളെ പ്രസവിപ്പിച്ചിട്ട് നീ അടങ്ങും അല്ലേ ഋതികേ? അതെ, അതിന് ദീപകിന് നിന്റെ സംശയമുണ്ടോ? ഏയ്, ഒരിക്കലുമില്ല. നിന്റെ കഴിവിലും സാമർത്ഥ്യത്തിലും മറ്റാരെക്കാളും എനിക്ക് വിശ്വാസം. ഋതികേ, എന്റെ മുറിയില് എന്റെ ബെഡില് എന്റെ അടുത്ത് കിടന്ന് ഉറങ്ങേണ്ടവളായിരുന്നു. ആ നീയാണ് എനിക്കെതിരായി ഒരു വേലക്കാരി നടത്തുന്ന തേർഡ് റേറ്റ് ഡ്രാമയ്ക്ക് ചുക്കാൻ പിടിക്കുന്നത്. അത് നിന്റെ അന്തസ്സിന് ചേർന്ന പണിയാണോ? ഇവനെ, ഈ രാജുവിനെ പോലാണോ നീ? നമ്മുടെ റോയൽ ഫാമിലി അല്ലേ? നിന്റെ ശരീരത്തിലൂടെ ഒഴുകുന്നത് രാജരക്തമല്ലേ? പിന്നെ എന്തിനാ ഋതികെ നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു വാശി മത്സരമൊക്കെ? നമുക്കിതൊക്കെ അവസാനിപ്പിക്കുന്നതല്ലേ നല്ലത്. എടാ, ദിവ്യയുടെ വയറ്റിൽ വളരുന്ന ജീവൻ നിന്റെയാണെന്ന് നിനക്കും അറിയാം, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ കുഞ്ഞിന് നീ കൊടുത്തിരിക്കുന്നതും രാജരക്തമല്ലേ? നീ അതങ്ങ് അംഗീകരിച്ച് ദിവ്യയെ ഭാര്യയായിട്ട് സ്വീകരിക്കേ. എന്നിട്ട് അതിനുശേഷം നമുക്ക് നമ്മുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാം. നടന്നത് തന്നെ. ദീപക്കൊന്ന് നിന്നേ. എന്താടാ?
മറ്റന്നാള് ദിവ്യയുടെ സീമന്തം എന്റെ വീട്ടിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുക. നല്ലതാ രാജു. ഒരു ജോലിക്കാരിക്ക് ഇത്രയൊക്കെ ചെയ്തു കൊടുക്കുന്നതിന് നിനക്ക് പുണ്യം കിട്ടും. അല്ല, എനിക്കൊരു സംശയം. ദിവ്യയ്ക്ക് വേണ്ടി നീ ഒരുപാടങ്ങ് സഹിക്കുന്നത് കാണുമ്പോഴേ ഇനി ആ കുഞ്ഞെങ്ങാനും നിന്റേതാണോന്ന്. ദീപക്, മൈൻഡ് യുവർ വേർഡ്സ്. എന്താ നീ പറഞ്ഞേ? ഇനി ഒരിക്കൽ കൂടി നീ നിന്റെ ദുഷിച്ച നാവുകൊണ്ട് അങ്ങനെ പറഞ്ഞ നിന്റെ നാവ് ഞാൻ അരി. ഋതികേ, കൂളാവ്. ഇങ്ങനെ ചൂടാവല്ലേ? അല്ല, ദിവ്യക്ക് സീമന്തൊക്കെ രാജുവിന്റെ വീട്ടിൽ വെച്ച് നടത്തിയ അത് പിന്നെ ഒരു സംസാര വിഷയമൊക്കെ ആവില്ലേ? നാട്ടുകാർ പലതും പറഞ്ഞ് അവസാനം പിന്നെ ദിവ്യയുടെ ഗർഭം രാജുവിന്റെ ആണെന്ന് വരെ പറയും. എനിക്ക് വന്ന ചീത്ത പേര് വേറെ ആർക്കും വരാലോ. അതുകൊണ്ടാ പറഞ്ഞു. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എന്ത് തന്നെ സംഭവിച്ചാലും ഞങ്ങളുടെ തീരുമാനത്തിലെ മാറ്റമൊന്നുമില്ല ദീപക്. മറ്റന്നാളത്തെ ചടങ്ങിന് നീ എത്തിയേക്കണം. അത് കൊള്ളാം. ഞാൻ പറഞ്ഞോന്നോ? നടന്നത് തന്നെ. നിങ്ങൾ രണ്ടാളും പോയി വേറെ വല്ല പണിയുണ്ടോ നോക്ക്.